അമേരിക്ക ഇസ്രായേലിനെ തള്ളിക്കളയും എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ തെറി കേട്ട ഒരു വീഡിയോ ആണ്. ആൾക്കാർ പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്തായാലും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് എക്സാക്ട്ലി സംഭവിക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം, ഐ വിൽ ഗ്യാദർ ഓൾ നേഷൻസ് എഗനസ്റ്റ് ജെറുസലേം ടു ബാറ്റിൽ. ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ഭാഗം അവിടെ പറയുകയാണ്. അതായത് ഈ അവസാന കാലത്ത് ജെറുസലേം ഒരു യുദ്ധക്കളമായിട്ട് മാറും. എന്തായാലും കൊള്ളാം. അയൺ ഡോം കവചത്താൽ മൂടപ്പെട്ട ഇസ്രായേലിലേക്ക് മിസൈലുകൾ വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഡിമോണ എന്ന് പറയുന്ന സിറ്റിക്കടുത്താണ്. ഈ ഡിമോണ എന്ന് പറയുന്നത് നെഗവ് മരുഭൂമിയിലാണ്. സൃഷ്ടിയുടെ പുസ്തകം 14-ാം അധ്യായം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ അബ്രഹാം ഭാര്യയോടുകൂടി അബ്രഹാത്തിൻ്റെ എല്ലാ സമ്പാദ്യങ്ങളോടും കൂടി ഈജിപ്തിൽ നിന്ന് നെഗവിലേക്ക് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഈ നെഗവ് മരുഭൂമിയിലാണ് ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ. അതിനടുത്ത സിറ്റി ആണ് ഡിമോണ എന്ന് പറയുന്ന സിറ്റി. ഇന്നലെ രാത്രി ഡിമോണ സിറ്റിയിൽ ഉണ്ടായ മിസൈൽ ആക്രമണങ്ങളുടെ വീഡിയോ നിങ്ങളൊന്ന് കാണുക. Whoa! 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 Abba! Whoa! Whoa! Abba, this just hit the first part. Wow! That is crazy. I just get... Wow! നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇസ്രായേലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഏതാണ്ട് ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു. ആദ്യം തന്നെ പറഞ്ഞു ഇറാനെ തൊടുന്നത് തീക്കളിയാണ് എന്ന്. ഇപ്പോൾ അവർ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇറാന് കിട്ടിയ അത്രയും പ്രഹരം കിട്ടുന്നില്ല എങ്കിലും ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലതും അത് പുറത്തു വരുന്നില്ല. അവർ സെൻസർ ചെയ്തിട്ടാണ് വാർത്തകൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഈ പ്രശ്നത്തിൽ വന്ന് ചാടിയത് അബദ്ധമായി എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ട്രംപ് ഇതിൽ നിന്ന് തലയൂരാനായിട്ട് നോക്കുകയാണ്. എന്തായാലും കൊള്ളാം. ഇതിന് കുറച്ചുകൂടെ മുൻപ് വേറെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അമേരിക്കയുടെ 2 പ്രാവശ്യം പ്രസിഡൻ്റായ ആളാണ് ബാരക് ഒബാമ. 2016 അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ഇത് ഇപ്രകാരമായിരുന്നു: ഈ ഇസ്രായേൽ പാലസ്തീൻ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് 1967 മുമ്പിലെ അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകാത്തതാണ് എന്ന രീതിയിൽ ഒരു പ്രമേയമായിരുന്നു. എന്തായാലും ബാരക് ഒബാമ UN സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുവന്ന പ്രമേയം ഇപ്രകാരമായിരുന്നു: 1967 വാറിൽ പിടിച്ചെടുത്ത സകല സ്ഥലങ്ങളും ഇസ്രായേല് വിട്ടുകൊടുക്കണം. അതായത് ഗാസ, വെസ്റ്റ് ബാങ്ക്, സിറിയയിലെ ഗോലാൻ ഹൈറ്റ്സ് ഒക്കെ വിട്ടുകൊടുക്കണം എന്നാണ് സെക്യൂരിറ്റി കൗൺസിലിൽ ബാരക് ഒബാമ പറഞ്ഞത്. അതിനുശേഷം ട്രംപ് വന്നു. പക്ഷേ ട്രംപ് ഇസ്രായേലിനെ ഫേവർ ചെയ്തു. അതിനോടടുപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന ഈ പ്രബന്ധം പ്രായോഗിക തലത്തിൽ എത്താത്തതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന്. നമ്മൾ ഈ ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ റഷ്യ, അമേരിക്ക ഇപ്പം ട്രംപ് ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ഒരു പൂർണ്ണമായ എതിരായി അല്ല ട്രംപ് പ്രവർത്തിക്കുന്നത്. ട്രംപ് മാക്സിമം ഇത് ഒഴിവാക്കാൻ നോക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഇസ്രായേലിന് എതിരായിട്ട് ലോകത്തിൻ്റെ
മനസാക്ഷി രൂപപ്പെടുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. ജെറുസലേം ഒരു അന്താരാഷ്ട്ര പ്രശ്നമാകാനായിട്ട് പോവാണ്. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അന്ന് ഞാൻ ജെറുസലേമിലെ ഭാരമുള്ള ഒരു കല്ലാക്കി മാറ്റും. ഭാരമുള്ള, അത് പൊക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് കഠിനമായി മുറിവേൽക്കും. ഇതെല്ലാം ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റ് ശാന്തമാകാനായിട്ട് പോകുന്നില്ല. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ എന്ന് അത് പറയാൻ പറ്റത്തില്ല, ഒരു യഹൂദ രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ പൂർണ്ണതയാണ്. അവർ ക്രിസ്ത്യാനികളൊന്നുമല്ല, അവർ ലോകത്തിലുള്ള ഒരു സെക്കുലർ കൺട്രിയാണ് ഇപ്പോൾ ഉള്ള ഇസ്രായേൽ. പക്ഷേ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പ് അവിടെ നടക്കേണ്ടതെല്ലാം നടന്നേ പറ്റുള്ളൂ. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ തടസ്സപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതുകൊണ്ട് എക്സാക്ട്ലി ഇതെല്ലാം അവിടെ സംഭവിച്ചേ മതിയാവും. കാരണം യേശുവ വീണ്ടും വരുന്നത് തന്നെ ആകാംക്ഷാപൂർവം നോക്കിയിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ കടന്നു വരുന്നത് ഒലിവുമലയിലാണ്. ആ ഒലിവുമല പ്രത്യേകമായിട്ട് സംരക്ഷിക്കപ്പെടും. ഇസ്രായേല് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ ഇനിയും വരാൻ പോവുകയാണ്. ഈ വരുന്ന 3.5 വർഷം ലോകത്തിൽ ഒരു സമാധാനവും ഉണ്ടായിരിക്കുകയില്ല. യുദ്ധം ഉണ്ടാകണ്ട എന്ന് പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നാം ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവിക സംരക്ഷണത്തിൽ നിലനിൽക്കുക എന്നൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നം ആണെങ്കിൽ പോലും ഇതിൻ്റെ പിറകിൽ വൺ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു അജണ്ട ഇവർ നടപ്പാക്കിയെടുക്കുകയാണ്. ലോകം മുഴുവൻ ഒരു ഏകലോക ഗവൺമെൻറ്റിലേക്കും കറൻസിയിലേക്കും ഏകലോക മതത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ ചുരുങ്ങുകയാണ്. ട്രംപിൻ്റെ അബ്രഹാം അക്കോർഡ് എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. ഇത് വലിയ പ്രശ്നത്തിലേ കലാശിക്കുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവും. ബൈബിൾ പ്രവചനങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന അന്തിമ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവസാന നാഴികയിലാണ്, അവസാന മണിക്കൂറിലാണ്. ഈ കാലയളവിൽ ദൈവിക സംരക്ഷണം ലഭിക്കാൻ സത്യദൈവത്തിൻ്റെ സത്യനാമമായ യേശുവ എന്ന് വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ ചുറ്റും പലതും നടക്കും. 99 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ചുറ്റും പലതും നടക്കും. പക്ഷെ നീ സംരക്ഷിക്കപ്പെടണോ? നീ യേശുവായിലേക്ക് മടങ്ങി വരണം. നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണോ? നീ യേശുവ എന്ന നാമം വിളിച്ചപേക്ഷിക്കണം. യേശുവയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. മോശയുടെ നിയമങ്ങൾ അനുസരിക്കണം. മോശയിലൂടെ ദൈവം മനുഷ്യന് വേണ്ടി നൽകിയ നിയമങ്ങൾ അന്ന് മാത്രമല്ല ഇന്നും ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെയും നാം ഇവിടെ പാലിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുകയും യേശുവയുടെ വരവിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. പ്രൈസ് യേശുവ.